ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സഹോദരങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായൊരു സത്യമുണ്ട്. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരാണ്. വ്യത്യസ്തമായ കുടുംബത്തിൽ ജനിച്ച നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്തമായ സ്വഭാവമുള്ള നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ശരിയായിരിക്കാം. എന്നാൽ ഒരു സത്യം ഇന്ന് പകൽ തിരിച്ചറിയണം. എത്ര വലിയ പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതായ ഒരു സീരിയസ് ഇഷ്യൂ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മൾ ഈ വലുതായിട്ട് കാണുന്ന സകലത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഇന്ന് പകലിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പക്കൽ അതിൻ്റെ പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു സംഭവം വേദപുസ്തകത്തിനകത്ത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾ റീഡ് ചെയ്യണം. വീട്ടിൽ പോയി 5-ാം അധ്യായം റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് 3 ഇൻസിഡൻസുകൾ, 3 സംഭവങ്ങൾ കാണാം. ഒന്നാമത്തെ സംഭവം എന്നാണെന്നറിയാമോ? ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ഭൂതഗ്രസ്തനാണ്. ഒരു ഭൂതഗ്രസ്തൻ. അവൻ്റെ പ്രശ്നം 6,000 ഡീമൺസ് അവൻ്റെ ശരീരത്തിലുണ്ട്. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ പുള്ളി ചെങ്ങല പൊട്ടിച്ച് കളയും. സെല്ലിനകത്ത് അടച്ച പുള്ളി സെല്ല് പൊളിച്ച് പുറത്തു വരും. ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല, ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സമൂഹത്തിനോ നാട്ടുകാർക്കോ ഒന്നും അവനെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അത്ര ശക്തനായ, ഭ്രാന്തനായി, മാനസിക അസ്വസ്ഥതയുള്ളവനായി 6,000 ഭൂതശക്തികളുടെ പിന്തുണയിൽ നടക്കുന്നവനായിരുന്നു അവൻ. ആ സംഭവം കഴിഞ്ഞ് മർക്കോസ് 5-ൽ ആ സംഭവം കഴിഞ്ഞ് തൊട്ട് താഴെ കാണുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത് 12 വർഷം മുതൽ മുഴുവൻ വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് എല്ലാ ഫിസിഷ്യൻസിനെയും കണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങി വീടും പറമ്പും വിറ്റ് ചികിത്സിച്ച ഒരു സഹോദരി. അവളുടെ കേസിൽ എന്നെ ഞെട്ടിച്ചത് അവിടെ എഴുതിയിരിക്കുന്നു, മുതൽ വിറ്റ് അവൾ ചികിത്സിച്ചിട്ടും അവൾക്ക് ഒട്ടും ഭേദം വരാതെ ഏറ്റവും ഭയപരവശയായി തീർന്ന സ്ത്രീ. വാസ്തവത്തിൽ മെഡിക്കൽ സയൻസ് ഈസ് സോ അഡ്വാൻസ്. നിങ്ങളൊരു തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചാൽ തലവേദന കുറയില്ലേ? ബി പിക്ക് മരുന്ന് കഴിച്ചാൽ ബി പി കുറയും. ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർ മെഡിസിൻ എടുത്താൽ ഷുഗർ ഡൗൺ ആവും. അപ്പം മരുന്ന് കഴിച്ചാൽ ഉറപ്പായിട്ടും ആ കഴിച്ച മരുന്ന് എഫക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ ഇവളുടെ കേസിൽ 12 വർഷം വീടും പറമ്പ് എഴുതി വിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അവൾക്ക് ഒട്ടും ഭേദം വന്നില്ല. ഏറ്റവും പരവശയായി തീർന്നു. അവളുടെ വിഷയം കൂടുതൽ മൂർച്ഛിച്ചതേ ഉള്ളൂ. അതിനകത്ത് നന്മയുണ്ടായില്ല. മൂന്നാമത്തെ കേസ് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ പൈതൽ, ആ കൊച്ചു സുഖമില്ലാതെ കിടന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, യായിറോസ് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞ് മരിപ്പാറായി കിടക്കുന്നു, എൻ്റെ വീട് വരെ വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്തണം. ഈ സമയത്ത് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് യായിറോസിനോട് പറയാണ്, യായിറോസ്, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, നിന്റെ കൊച്ച് മരിച്ചുപോയി. ഇതാണ് മർക്കോസ് സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ കാണുന്ന 3 സംഭവം. ഒന്നാമത്തെ സംഭവം എന്നാ? ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്ത് അടച്ചാൽ സെല്ല് പൊളിക്കുന്ന, നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഭൂതഗ്രസ്തൻ. രണ്ടാമത്തെ സംഭവം എന്നാ? 5-ാം അധ്യായത്തിൽ കാണുന്നത് വീടും പറമ്പ് എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും അല്പം പോലും സൗഖ്യം കിട്ടാത്ത ഒരു സ്ത്രീ. മൂന്നാമത്തെ സംഭവം എന്നാ? ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത മരിച്ചുപോയ ഒരു കുട്ടി. ഈ 3 കേസും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസാ. പക്ഷെ 5-ാം അധ്യായം വായിച്ചു നോക്കിയേ, ഇത് 3ഉം യേശു ഹാൻഡിൽ ചെയ്തു. ഈ 3 കേസും കർത്താവ് പരിഹരിച്ചു. ഭൂതഗ്രസ്തൻ സുവിശേഷകനായി, രക്തസ്രവക്കാരി സാക്ഷിയായി, മരിച്ച കുച്ച ഉയർക്കുവാനിടയായി. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിനക്ക് അസാധ്യമായതിനെ ഇന്ന് പകൽ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അധരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ.